ആവേശം മൂത്താല് കയ്യിന്ന് കാര്യം പോന്ന് പറയുന്നത് എത്ര ശരിയാ. ഇപ്പൊ കുട്ടീനെ $2. ബൈ ദ ബൈ, നമുക്ക് ഒരുപാട് പ്ലീസ് ഇട്ടുകൊണ്ട് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ജേർണലിംഗ് ചെയ്യോ ചേച്ചി എന്ന് ചോദിച്ചിട്ട്. പിന്നെന്താ, ചേച്ചി ഉള്ളപ്പോ നമുക്ക് ചെയ്യാലോ. പിന്നെ ഇപ്പൊ ജേർണലിംഗ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് ഇന്നത്തെ ജേർണലിംഗ് ജൂൺ മാസത്തിലെ കാലാവസ്ഥ ആയിക്കോട്ടെ. എന്റെ ചാനലിലെ ഫസ്റ്റത്തെ ജേർണലിംഗ് ആയതുകൊണ്ട് ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് പ്രത്യേകിച്ച് സപ്ലൈസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ജൂൺ മാസം മഴക്കാല പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ ഉള്ളത് മഴയും വെയിലും കൂടി ഒപ്പരാ. അപ്പൊ നമുക്ക് എന്താക്കാം, ഒരു സൈഡിൽ കുറച്ച് മേഘവും ഒരു സൈഡിൽ ഒരു സൂര്യനും വരച്ചു കൊടുക്കാം. പിന്നെ ക്യാമറയിലേക്കും ബുക്കിലേക്കും നോക്കിയിട്ട് ഒപ്പം എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നേരത്തെ ഇത് ജൂണിൽ ഞാൻ വായിച്ചിട്ട് നൈസായിട്ടൊന്ന് തിരുത്തി എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ജേർണൽ ചെയ്യുന്ന സമയത്ത് കലണ്ടറിലേക്ക് മോശമല്ലേ, നമുക്കൊരു സൈഡിൽ കലണ്ടർ വരച്ചു കൊടുക്കാം. ആദ്യം ജേർണൽ എന്ന് പറയുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് വരുന്ന ഗോൾസാ. അപ്പൊ ഈ ജൂണിൽ എന്തൊക്കെ ചെയ്യാനുള്ള ഗോൾസ് ഞാൻ ഒരു സൈഡിൽ എഴുതി കൊടുത്തു. ഇതന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. പിന്നെ കഴിഞ്ഞ മാസം വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിമടിച്ചൊരു മാസമായതുകൊണ്ട് ജൂണിനോട് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. അത് കണ്ടിട്ടെങ്കിൽ എനിക്കിനി പുതിയ ബിഗിനിങ്സ് ഉണ്ടായിക്കോട്ടെ. ജേർണലിങ്ങിന്റെ തുടക്കത്തിലേ പെണ്ണുകൊണ്ട് വരയ്ക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് പെൻസിൽ വെച്ച് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷമാണ് ഞാൻ അതിന്റെ മുകളിൽ കൂടി ബ്ലാക്കിംഗ് യൂസ് ചെയ്തത്. ഇനി സപ്ലൈസ് വെച്ചിട്ടുള്ള ജേർണൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം. പിന്നെ സപ്ലൈസ് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ അതും പറഞ്ഞാൽ മതി, അതും ചെയ്യാം. പിന്നെ എന്റെ ഒരു സമാധാനത്തിന് ഇതേപോലെ 2 പേപ്പറുകൾ ഉണ്ടാക്കിയ ടാപ്പും ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ജേർണൽ ഇവിടെ സെറ്റായി. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്യാൻ മറക്കണ്ട. ബൈ.